ഒരു രാജ്യത്ത് വളരെ ബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ഏതൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപും അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. ഇതുമൂലം മറ്റുള്ള എല്ലാ മന്ത്രിമാർക്കും അദ്ദേഹത്തോട് അസൂയയായിരുന്നു. എന്നാൽ ഒരിക്കൽ രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വളരെ ബുദ്ധിമാനാണ്, എന്നാൽ നിങ്ങളുടെ മകൻ ഒരു മണ്ടനാണ്. തൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് മന്ത്രിക്ക് ഇഷ്ടമായില്ല. എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം രാജാവിനോട് ചോദിച്ചു. എല്ലാ ദിവസവും തൻ്റെ പ്രജകളെ കാണാൻ പോകുമ്പോൾ മന്ത്രിയുടെ മകനും അവിടെ കാണും. ഒരു സ്വർണ്ണ നാണയവും വെള്ളി നാണയവും കാണിച്ച് ഏതാണ് വിലപ്പെട്ടതെന്ന് മന്ത്രിയുടെ മകനോട് ചോദിക്കുമ്പോൾ അത് വെള്ളിയാണെന്ന മറുപടിയാണ് ദിവസവും അവൻ നൽകാറെന്ന് രാജാവ് മന്ത്രിയോട് പറഞ്ഞു. ഇത് കേട്ട് രാജസദസ്സിലുള്ള എല്ലാവരും മന്ത്രിയെ കളിയാക്കി ചിരിച്ചു. വിഷമം തോന്നിയ മന്ത്രി ഒന്നും മറുപടി പറയാതെ തൻ്റെ വീട്ടിലേക്ക് നേരെ പോയി. തൻ്റെ മകനോട് ഏതാണ് വിലപ്പെട്ടത്, സ്വർണമോ വെള്ളിയോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അത് സ്വർണമാണെന്ന് മകൻ മറുപടി പറഞ്ഞു. പിന്നെ എന്തിനാണ് നീ രാജാവ് ദിവസവും ചോദിക്കുമ്പോൾ തെറ്റായ ഉത്തരം കൊടുക്കുന്നതെന്ന് മന്ത്രി കൗതുകത്തോടെ ചോദിച്ചു. മകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദിവസവും രാജാവ് പ്രജകളെ സന്ദർശിക്കാൻ വരുമ്പോൾ എന്നെ വിളിച്ച് രാജാവിൻ്റെ ഒരു കൈയിൽ സ്വർണ്ണ നാണയവും ഒരു കൈയിൽ വെള്ളി നാണയവും പിടിച്ചുകൊണ്ട് വിലപ്പെട്ട നാണയം എടുത്തുകൊള്ളാൻ പറയും. താൻ എപ്പോഴും വെള്ളി നാണയം എടുക്കും. എല്ലാവരും ചിരിക്കും. രാജാവും ചിരിച്ചുകൊണ്ട് തിരികെ പോകും. നീ എന്തുകൊണ്ടാണ് വെള്ളി നാണയം ദിവസവും എടുക്കുന്നത്? ഇതുമൂലം രാജസദസ്സിലെ എല്ലാവരും ഇന്നെന്നെ പരിഹസിച്ചു എന്ന് മന്ത്രി പരിഭവത്തോടെ പറഞ്ഞു. ഇത് കേട്ട് മന്ത്രിയെ തൻ്റെ മുറിയിൽ കൊണ്ടുപോയി ഒരു പെട്ടി തുറന്ന് കുട്ടി കാണിച്ചു. അത് നിറയെ വെള്ളി നാണയങ്ങളായിരുന്നു. അവൻ പറഞ്ഞു, ഇത് രാജാവ് എനിക്ക് ദിവസവും തരുന്ന വെള്ളി നാണയങ്ങളാണ്. ഞാൻ ശരിയായ ഉത്തരം പറയുന്ന ദിവസം രാജാവ് നാണയം തരുന്നത് അവസാനിപ്പിക്കും. എനിക്ക് ദിവസവും കിട്ടുന്ന വെള്ളി നാണയങ്ങൾ എനിക്ക് നഷ്ടപ്പെടണമെന്നില്ല. ഇത് കേട്ട മന്ത്രിക്ക് തൻ്റെ മകൻ്റെ ബുദ്ധിയെക്കുറിച്ച് അഭിമാനം തോന്നി. അതിനുശേഷം ആരെങ്കിലും തൻ്റെ മകനെ മണ്ടനെന്ന് വിളിക്കുമ്പോൾ മന്ത്രി പുഞ്ചിരിക്കുക മാത്രം ചെയ്യും. നമ്മളും ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ കളിയാക്കാറുണ്ട്, അവർ ചെയ്യുന്നത് മനസ്സിലാകാതെ വരുമ്പോൾ. മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായി ഒരു വ്യക്തി കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനാൽ അവർ തെറ്റാണെന്ന് അർത്ഥമില്ല. വ്യത്യസ്തമായ ചിന്താഗതികളും പ്രവൃത്തികളും സർഗാത്മകതയ്ക്കും പുതിയ ആശയങ്ങൾക്കും വഴിതെളിയിക്കുന്നു. അതുകൊണ്ട് ശരിയായി തോന്നുന്ന കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണെങ്കിലും അത് ധൈര്യമായി ചെയ്യാൻ ശ്രമിക്കാം. ഡോക്ടർ ആൽബർട്ടിന്റെ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്നോവേഷൻ ഈസ് സീയിങ് വാട്ട് എവരിബഡി ഹാസ് സീൻ ആൻഡ് തിങ്കിങ് വാട്ട് നോബഡി ഹാസ് തോട്ട്.